ഗോഡ്സ് ഓൺ കൺട്രി എന്നറിയപ്പെടുന്ന നമ്മുടെ കേരളം ഫ്രോഡ്സ് ഓൺ കൺട്രിയായി മാറുകയാണോ, അഥവാ തട്ടിപ്പുകളുടെ സ്വന്തം നാട്? സമർത്ഥരായ തട്ടിപ്പുകാർ വലവരിച്ചിരിക്കുമ്പോൾ എങ്ങനെയാണ് സാധാരണക്കാരനായ ഒരാൾക്ക് ഈ തട്ടിപ്പുകളിൽ നിന്നും സ്വയം രക്ഷപ്പെടാനാവുക? നമ്മളിന്ന് നോക്കുന്നത് അതാണ്. എന്തുകൊണ്ടാണ് ഇത്രയധികം വിദ്യാഭ്യാസവും സാക്ഷരതയുമുള്ള നമ്മുടെ നാട്ടിൽ ഇങ്ങനെ തട്ടിപ്പുകൾ കൂടിക്കൂടി വരുന്നത്? ഈ അടുത്ത് മാതൃഭൂമി പത്രത്തിൽ ഒരു വാർത്ത കണ്ടു, കേരളത്തിൽ ഈ തട്ടിപ്പുകളുടെ എണ്ണം കൂടുകയാണ് എന്നത്. അപ്പോൾ കണക്കുകൾ നോക്കിയാൽ കാണാം, വർഷം പ്രതി ഈ കണക്കുകൾ തട്ടിപ്പുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഇതിനൊരു പോംവഴിയുണ്ടോ? ഈ കണക്കുകൾ കൂടിക്കൂടി വരുന്നു, ആളുകൾ കൂടുതൽ കൂടുതൽ പട്ടികയിൽപ്പെടുന്നു. അപ്പോൾ ഇതിനെന്തെങ്കിലും ഒരു പോംവഴി നമുക്ക് കാണാൻ പറ്റുമോ? ഈ ചിന്ത എന്നെക്കൊണ്ട് എത്തിച്ചത് ഇതുവരെ നടന്ന കുറേ തട്ടിപ്പുകൾ പഠിക്കാനും അതിൽ എന്തെങ്കിലും ഒരു കോമണായ പാറ്റേൺ ഉണ്ടോ എന്ന് കണ്ടെത്താനുമായിരുന്നു. ഈ പാറ്റേൺ കണ്ടെത്തുന്നതിലൂടെ നമുക്ക് ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കുകയും അത് ഫോളോ ചെയ്യുന്ന ഒരാൾക്ക് ഈ തട്ടിപ്പുകളിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റുകയും ചെയ്യും എന്ന് ഞാൻ മനസ്സിലാക്കുകയും അങ്ങനെ ഒരു ശ്രമം നടത്തുകയും ചെയ്തു. അപ്പോൾ അത്ഭുതമെന്ന് പറയട്ടെ, ഇങ്ങനെ എല്ലാ തട്ടിപ്പുകൾക്കും ഒരു വ്യക്തമായ ഒരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേണിൽ കൊണ്ട് നമുക്കൊരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കാൻ സാധിക്കും. ആ പാറ്റേൺ ഫോളോ ചെയ്യുന്ന ഒരാൾക്ക് ഈ തട്ടിപ്പിൽ നിന്ന് രക്ഷപ്പെടാനും പറ്റും. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ നോക്കാം. അതിനു മുമ്പ് എനിക്ക് പറയാനുള്ളത്, ഇത് വളരെയധികം റിസർച്ച് ചെയ്ത് കണ്ടെത്തിയ ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ കണ്ടൻറ്റാണ്. ഇതുപോലൊരു കണ്ടൻറ്റ് നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടിയിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് 100% ഉറപ്പോടെ പറയാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു എന്ന് അറിയുകയാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഇനിയും ഇതുപോലുള്ള വീഡിയോകൾ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ ചാനലിന് ലൈക്കും അതുപോലെ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ ഒരു 20 വർഷത്തെ കണക്ക് നോക്കുകയാണെങ്കിൽ 2004 മുതൽ 2025 വരെ ഓൾമോസ്റ്റ് 20 വർഷക്കാലത്തിനിടയ്ക്ക് 1,50,000 കോടി രൂപയാണ് ഈ തട്ടിപ്പുകൾ നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതുപോലെ 10 കോടിയിലധികം ആൾക്കാർ ഇതിൽ പറ്റിക്കപ്പെട്ടിരിക്കുന്നു. എത്ര ഭീമമായ സംഖ്യയും എത്ര ആൾക്കാർ ആണ് ഇതിൽ പെട്ടിരിക്കുന്നത് നോക്കൂ. ആൾക്കാരുടെ കഷ്ടപ്പെട്ട് വളരെ കാലത്ത് അധ്വാനത്തിന് ശേഷം ഉണ്ടായ എമൗണ്ടാണ് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത്. അപ്പോൾ നമുക്കെല്ലാം അറിയാം, കേരളം എന്നുള്ളത് വിദ്യാഭ്യാസപരമായി ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. എന്നിട്ടും ഇവിടുത്തെ ആൾക്കാർ പറ്റിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് ബുദ്ധിയുടെ കുറവോ വിദ്യാഭ്യാസത്തിൻ്റെ കുറവോ അല്ല. പിന്നെ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഇത് ഒരു ബുദ്ധിക്കുറവിൻ്റെയോ അല്ലെങ്കിൽ വിദ്യാഭ്യാസമില്ലായ്മയുടെയോ ഒരു പ്രശ്നമല്ല. ഈ സ്കാമേഴ്സ് അല്ലെങ്കിൽ ഫ്രോഡ്സ്റ്റേഴ്സ് അതല്ലെങ്കിൽ പറ്റിക്കാനായി ഇറങ്ങുന്നവർ യൂസ് ചെയ്യുന്നത്, അവർ ടാർഗറ്റ് ചെയ്യുന്നത് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെയാണ്. അത് നമ്മളുടെ എങ്ങനെയാണോ നമ്മളുടെ ബ്രെയിൻ തിങ്ക് ചെയ്യുന്നത് അതിനെയാണ് ഇവർ ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, നമുക്ക് എല്ലാവരുടെയും കയ്യിൽ ആൻഡ്രോയിഡ് ഫോൺ അല്ലെങ്കിൽ ഐഫോൺ അങ്ങനത്തെ ഫോൺ ഉണ്ടാവും. അപ്പോൾ എല്ലാത്തിലും ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടാവും. ആൻഡ്രോയിഡ് ഫോണിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ്രോയിഡ് തന്നെയാണ്. നിങ്ങൾക്ക് പലപ്പോഴും കേട്ടിട്ടുണ്ടാകും, ഓപ്പറേഷൻ സിസ്റ്റത്തിൻ്റെ വൾനറബിലിറ്റി എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ചില അറ്റാക്കുകൾ ഉണ്ടെന്ന് കേട്ട് കാണും അല്ലേ? അതായത് ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നുള്ളത് പലതരം ഒരു കോഡാണ്. ആ കോഡിൽ എന്തൊക്കെ ഇൻപുട്ട് വന്നാൽ എന്തൊക്കെ ഔട്ട്പുട്ട് കൊടുക്കണമെന്നോ അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടതെന്നോ അതൊക്കെയാണ് അതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ആ കോഡിൽ ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ ഒരു കോഡിൽ ചില കാര്യങ്ങൾ അവർ വിട്ടുപോയിട്ടുണ്ടാകും, അല്ലെങ്കിൽ ചില ഫീച്ചേഴ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്തത് ഹാക്കേഴ്സിന് ആ കോഡ് അറിയുകയും ആ കോഡിലെ ചില ലൂപ്പ് ഹോൾസ് യൂസ് ചെയ്തുകൊണ്ട് ഒരു ഫോണിനെ ഹാക്ക് ചെയ്യാൻ പറ്റുകയും ചെയ്യുമായിരിക്കും. അതാണ് ഓപ്പറേഷൻ സിസ്റ്റം വൾനറബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്പറേഷൻ സിസ്റ്റം വൾനറബിലിറ്റി ഉണ്ടെങ്കിൽ നിങ്ങളുടെ എത്ര ഇൻ്റലിജൻ്റായ ഫോൺ അല്ലെങ്കിൽ എത്ര വലിയ ഫോൺ ആയിക്കോട്ടെ, സ്റ്റിൽ ദാറ്റ് വൾനറബിലിറ്റി ഓഫ് ദാറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അത് ആ ഫോണിൽ കാണും. ഇപ്പോൾ നിങ്ങളടുത്ത് സ്നാപ്ഡ്രാഗൺ എലീറ്റ് 5 പ്രോസസ്സറാണെന്ന് വയ്ക്കുക നിങ്ങളുടെ ഫോണിൽ, ഹൈ എൻഡ് പ്രോസസ്സർ. പക്ഷേ സ്റ്റിൽ ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റം യൂസ് ചെയ്യുന്നത് ആൻഡ്രോയിഡ് തന്നെയാണെങ്കിൽ ആ ആൻഡ്രോയിഡിൽ ഒരു ലൂപ്പ് ഹോൾ ഉണ്ടെങ്കിൽ ആരെങ്കിലും ആ ലൂപ്പ് ഹോൾ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫോൺ തീർച്ചയായും ഹാക്ക് ചെയ്യപ്പെടാം. ഇത് തന്നെയാണ് ഫിനാൻഷ്യൽ ഫ്രോഡ്സിൽ സ്കാമേഴ്സ് നമ്മുടെ മേലെ യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, നമ്മുടെ ബ്രെയിൻ എങ്ങനെ വർക്ക് ചെയ്യുന്നുള്ള കോഡ്, ആ കോഡിലുള്ള ചില ലൂപ്പ് ഹോൾസ് യൂസ് ചെയ്തുകൊണ്ടാണ് അവർ നമ്മളുടെ ചിന്തിക്കാനുള്ള കഴിവിനെ അറ്റാക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. നമുക്കെല്ലാവർക്കും അറിയാം, ഹ്യൂമൻ ബ്രെയിൻ, അതായത് മനുഷ്യരുടെ മസ്തിഷ്കം എന്നുള്ളത് വളരെ കോംപ്ലിക്കേറ്റഡായി വർക്ക് ചെയ്യുന്ന ഒരു അവയവമാണെന്നുള്ളത് അല്ലേ? അപ്പോൾ ഇതിൽ നമുക്ക് പലതും ഇവല്യൂഷണറി ആയിട്ടാണ് ഇത് ഡെവലപ്പ് ആയിരിക്കുന്നത്. ഇത് നമ്മൾ
അതായത് പണ്ട് കാലത്ത് ഇത്രയും ബുദ്ധി ഉണ്ടായിരുന്നില്ല, നമ്മൾ വേറെ രീതിയിലായിരുന്നു. അത് കുറേ കാലങ്ങൾക്ക് ശേഷം ഇമ്പ്രൂവായി ഈ നിലയിലെത്തിയതാണ്. അപ്പോൾ ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അപ്പോൾ ഈ പരിണാമത്തിൻ്റെ ഇടയിൽ നമുക്ക് പല പല കാര്യങ്ങളും നമ്മുടെ ബ്രെയിൻ അത് അഡോപ്റ്റ് ചെയ്യുകയും ആ അഡോപ്ഷൻ നമ്മളെ പരിണാമത്തിൽ ഹെൽപ്പ് ചെയ്യുകയും ചെയ്തിട്ടുള്ളതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ അങ്ങനെ ഉണ്ടായ പരിണാമത്തിൽ നമുക്ക് ഉണ്ടായിരുന്ന 2 ഇവല്യൂഷണറി ഇൻസ്റ്റിങ്ക്ട്സ് ആണ് നമ്മളെ ഈ ഫിനാൻഷ്യൽ സ്കാംസിൽ കൊണ്ട് ചാടിക്കുന്നത്. എന്തൊക്കെയാണെന്നല്ലേ? ഒന്ന്, കഥകൾ കേൾക്കാനും അത് വിശ്വസിക്കാനും ഉള്ള ഒരു കഴിവ്. രണ്ടാമത്തത്, നമുക്ക് കളികളോടുള്ള താല്പര്യവും അത് കളികൾ കളിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു സന്തോഷവും. ഇത് 2 കാര്യങ്ങളുമാണ് സ്കാംസ്റ്റേഴ്സ് നമ്മളെ കൊടുക്കാനായി ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നുണ്ടോ ഇതാണ് കാരണമെന്ന്? നിങ്ങൾ എപ്പോഴെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ ഇത് കാരണമാണ് നമ്മൾ തട്ടിപ്പിൽ ചേർന്ന് ചാടുന്നതെന്ന്? എനിക്കും ഇത് മനസ്സിലാക്കിയപ്പോൾ അത്ഭുതമാണെന്ന് തോന്നിയത്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഒന്ന്, കഥകൾ കേൾക്കാനും വിശ്വസിക്കാനെന്ന് പറയുമ്പോൾ, കഥ എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് ഇല്ലാത്ത കാര്യങ്ങൾ പറയാനും അതിനെ ഒരുമിച്ച് വിശ്വസിക്കാനുമുള്ള കഴിവ്. അതിന് ഡീറ്റെയിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് ചരിത്രം നോക്കാം. അതായത് 1,00,000 വർഷം മുൻപ് നോക്കുകയാണെങ്കിൽ ഭൂമിയിൽ പല സ്പീഷീസ് മനുഷ്യരുണ്ടായിരുന്നു. പല പല ജാതികളുണ്ടെന്നുള്ളത് നമ്മൾ നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും. നിയാൻഡർത്തൽസ് ഉണ്ടായിരുന്നു, അതുപോലെ ഡെനിസോവൻസ് ഉണ്ടായിരുന്നു, അങ്ങനെ പല പല ജാതികളുണ്ടായിരുന്നു. ഇപ്പോൾ ഒന്നും മാത്രമേ ഉള്ളൂ, അത് നമ്മൾ ഹോമോസാപ്പിയൻസ് ആണ്. അപ്പോൾ ഇവരെല്ലാം ഒരുമിച്ചുണ്ടാവുകയും ഇവർ തമ്മിൽ റിസോഴ്സസിനായിട്ട് ഒരു മത്സരം ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ മറ്റുള്ളവരെല്ലാം എങ്ങനെയാണ് നശിച്ചു പോയെന്നുള്ളത് നമുക്ക് എക്സാക്റ്റായിട്ട് അറിയില്ല. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നത് ഹോമോസാപ്പിയൻസ്, അത് ഇപ്പോഴത്തെ മനുഷ്യർ മറ്റുള്ളവരെയൊക്കെ മേൽ ആധിപത്യം സ്ഥാപിക്കുകയും അവരെയൊക്കെ ഇല്ലാതാക്കുകയും ചെയ്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മുമ്പ് ആദ്യകാലങ്ങളിലുണ്ടായ യുദ്ധങ്ങളിലോ അല്ലെങ്കിൽ ഏറ്റുമുട്ടലുകളിലോ നിയാൻഡർത്തൽസ് ഹോമോസാപ്പിയൻസിനെ തോൽപ്പിച്ചിരുന്നു എന്നാണ് തെളിവുകളുള്ളത്. ഹോമോസാപ്പിയൻസ് ഒരിക്കലും ഒരു മുൻകൈയുള്ളവരായിരുന്നില്ല. ഇവർ വളരെ ചെറിയ ശരീരമുള്ളവരും ശക്തി വളരെ കുറഞ്ഞവരുമായിരുന്നു. അപ്പോൾ ഇതിൽ അപ്പോഴത്തെ കാലത്തുണ്ടായിരുന്ന ഒരു, അല്ലെങ്കിൽ ഇപ്പോഴും ഉള്ള ഒരു പ്രത്യേക ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ, ഒരു കാര്യത്തിനായിട്ട് ഒരു ഗ്രൂപ്പിൽ 150 പേർക്ക് ഒരുമിച്ച് സഹകരിച്ച് പ്രവർത്തിക്കാൻ പറ്റുകയുള്ളൂ. ഞാൻ പറഞ്ഞത് ഒരു പരസ്പരം കണ്ടും സംസാരിച്ചും പരസ്പരം അറിഞ്ഞും ഉള്ള ഒരു ഗ്രൂപ്പ്, അതായത് അങ്ങനെയുള്ളത് 150 പേരുടെ ഗ്രൂപ്പേ പറ്റുള്ളൂ എന്നാണ് പഠനങ്ങളോട് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൻ്റെ പേര് ഡൺവാർ നമ്പർ എന്നാണ്. അപ്പോൾ ഇതിൽ കൂടുതലാവുകയാണെങ്കിൽ പിന്നീട് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര വിശ്വാസം നഷ്ടപ്പെടുകയും ഉള്ളിൽ സബ് ഗ്രൂപ്പ്സ് ഉണ്ടാവുകയും ചെയ്യുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ മുൻപുണ്ടായിരുന്ന ഏറ്റുമുട്ടലുകൾ അല്ലെങ്കിൽ യുദ്ധങ്ങളിൽ എങ്ങനെ സംഭവിച്ചിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, നിയാൻഡർത്തൽസിൻ്റെ ഒരു 150 പേര്, അതുപോലെ ഹോമോസാപ്പിയൻസിൻ്റെ ഒരു 150 പേര്, ഇവർ രണ്ടാളും കൂടി യുദ്ധം ഉണ്ടാവും. ഇവരെന്ത് ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ, നിയാൻഡർത്തൽസ് പറഞ്ഞ പോലെ അവർ ഭയങ്കര വലിയ ശരീരവും ശക്തിയുള്ളവരായിരുന്നു. അവർ ബട്ട് നാച്ചുറൽ ഇവരെ തോൽപ്പിക്കുകയും ചെയ്യും. അങ്ങനെയായിരുന്നു നടന്നിരുന്നത്. പക്ഷേ 70,000 വർഷങ്ങൾക്ക് മുൻപ് എന്തുണ്ടായെന്ന് വെച്ചാൽ, ഒരു കോഗ്നിറ്റീവ് റെവല്യൂഷൻ നമ്മുടെ ബ്രെയിനിൽ സംഭവിക്കുകയാണ്. ഹോമോസാപ്പിയൻസിൻ്റെ ബ്രെയിനിൽ ഒരു ജനറ്റിക് മ്യൂട്ടേഷൻ ഉണ്ടാവണം. ഒരു ആക്സിഡൻ്റലാണ്, എന്തുകൊണ്ടാണ് ഉണ്ടായെന്നുള്ളത് എക്സാക്ട്ലി അറിയില്ല. പക്ഷേ പെട്ടെന്നൊരു ജനറ്റിക് മ്യൂട്ടേഷൻ ഉണ്ടാവുകയും നമുക്ക് പെട്ടെന്ന് നമ്മുടെ ബ്രെയിനിൻ്റെ പെർഫോമൻസ് കൂടുകയും ചെയ്തു. ആ ഒരു ജനറ്റിക് മ്യൂട്ടേഷൻ കാരണം നമ്മളുടെ ലാംഗ്വേജ് സ്കിൽസ് വളരെ അധികമായി കൂടി. എല്ലാവർക്കും ലാംഗ്വേജ് ഉണ്ടായിരുന്നു, ചെറിയ ചെറിയ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ പറ്റുമായിരുന്നു. പക്ഷേ പെട്ടെന്ന് ഹോമോസാപ്പിയൻസിൻ്റെ ലാംഗ്വേജ് വളരെ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്തു. ഈ ലാംഗ്വേജ് ഇത്ര അധികം അഡ്വാൻസ് ആയ സ്ഥിതിക്ക് ഇവർക്ക് പെട്ടെന്ന് ഒരു കഴിവും കൂടെ കിട്ടുകയാണ്, കഥകൾ പറയാനുള്ള കഴിവ്. ഇല്ലാത്തൊരു കാര്യത്തെപ്പറ്റി പറയാനും ആ പറഞ്ഞത് കളക്റ്റീവായിട്ട് എല്ലാവരും ചേർന്ന് വിശ്വസിക്കാനും തുടങ്ങി. അങ്ങനെ ഈ കഴിവുകളിലൂടെ എന്തുണ്ടായി? കെട്ടുകഥകൾ അല്ലെങ്കിൽ ഇതിഹാസങ്ങൾ, ദൈവങ്ങൾ, മതങ്ങൾ, ഇതെല്ലാം ഉണ്ടാവാൻ തുടങ്ങി. അപ്പോൾ ഇതുകൊണ്ട് എന്തുണ്ടായി വെച്ചിട്ടുണ്ടെങ്കിൽ, വളരെ കൂടിയ രീതിയിൽ ഇവർ തമ്മിൽ സഹകരിച്ച് പ്രവർത്തിക്കാൻ പറ്റി, സഹകരണം ഉണ്ടാവാൻ സാധിച്ചു. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു മതത്തിൽപ്പെട്ട 2 ആൾക്കാരാണെന്ന് വയ്ക്കുക. ഇവർ പരസ്പരം കണ്ടിട്ടേ ഇല്ല, ഒരിക്കലും കണ്ടിട്ടില്ല, അറിയുമില്ല. പക്ഷേ ഒരു കോമൺ കോസിനായിട്ട്, അതായത് ഇപ്പോൾ ഒരു അമ്പലം കെട്ടുകയാണ് അല്ലെങ്കിൽ പള്ളി കെട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇവർ രണ്ടും ഒരുമിച്ച് വർത്തിക്കും, അല്ലേ? ഇനി നമുക്ക് വേറൊരു ഉദാഹരണം നോക്കാം. ഇപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടെന്ന് വയ്ക്കുക. ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും അവരുടേതായ ഒരു
പ്രത്യയശാസ്ത്രം ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളപ്പം രണ്ട് പേര് ഇവർ പരസ്പരം കണ്ടിട്ടേ ഇല്ല, പരസ്പരം അറിയില്ല. പക്ഷേ ഇവർ രണ്ടുപേരും ഒരേ രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഇവർക്ക് രണ്ടുപേർക്കും പരസ്പരം വിശ്വസിക്കാനും ഒരു കോമൺ കോസിനായിട്ട് അല്ലെങ്കിൽ ഒരു പ്രത്യേക ലക്ഷ്യത്തിനായിട്ട് ഇവർക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാൻ കഴിയും. അതായത് ഇപ്പോൾ ഒരു ഇലക്ഷൻ പ്രചരണമാവട്ടെ, ഒരു പ്രത്യേക സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കണം എന്നാണെങ്കിൽ ഇലക്ഷൻ പ്രചരണത്തിനായിട്ട് ഇവർക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇതാണ് ഇല്ലാത്ത കാര്യങ്ങൾ പറയുകയും അത് വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു കൺസെപ്റ്റ്. അപ്പോൾ ഇതിൽ പറയുന്ന രണ്ട് ഇല്ലാത്ത കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് പറഞ്ഞത് ഇല്ലാത്ത കാര്യം ഒരു മതമാണ്, രണ്ടാമത്തെ ഇല്ലാത്ത കാര്യം പറഞ്ഞത് രാഷ്ട്രീയ പാർട്ടിയാണ്. ഇല്ലാത്ത കാര്യം എന്ന് വെച്ചാൽ പറയുന്നത് നമുക്ക് കാണുക, കേൾക്കുക, സ്മെല്ല് ചെയ്യുക, ടേസ്റ്റ് ചെയ്യുക, അതായത് ഫിസിക്കലി അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ച് മെഷർ ചെയ്യാനോ പറ്റാത്ത ഒരു കാര്യത്തെ പറ്റിയാണ് പറയുന്നത്. അത് നമുക്ക് മതം എന്ന് വെച്ചാൽ നമുക്ക് കാണാൻ പറ്റില്ല, അതുപോലെ അത് കേൾക്കാൻ പറ്റില്ല, ശ്വസിക്കാൻ പറ്റില്ല, ടേസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടിയും ഒരു തരത്തിൽ നമുക്ക് അളക്കാൻ പറ്റില്ല, നമ്മുടെ കൺസെപ്റ്റിൽ മാത്രമുള്ളതാണ് ഈ കാര്യം. ഈ കൺസെപ്റ്റ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി അപ്പോൾ എന്ത് സംഭവിച്ചിട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുമ്പ് പറഞ്ഞ പോലെ 150 പേര് വെച്ചിട്ടായിരുന്നു മാക്സിമം കോപ്പറേഷൻ സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. ഇവർ ഒരു കോമൺ കഥയിൽ വിശ്വസിക്കാൻ തുടങ്ങി. അതായത് ലെറ്റസേയും ഇപ്പോൾ ഒരു കാര്യം പറയാം, നമുക്ക് ഉദാഹരണം നോക്കാം. ഇപ്പോൾ ഒരു വലിയ ഒരു മലയുണ്ടെന്ന് വയ്ക്കുക. ആ മലയുടെ താഴെ കുറേ ഹോമോസാപ്പിയൻസ്, അതായത് ഒരു 20 ഗ്രാമം ഹോമോസാപ്പിയൻസ് ഉണ്ട്. ഓരോ ഗ്രാമത്തിലും 150 പേര് വെച്ചിട്ടാണ് ഉള്ളത്. പക്ഷേ ഇവരെല്ലാവരും കോമൺ ആയിട്ട് ഒരു കാര്യം വിശ്വസിക്കാൻ തുടങ്ങി. അതായത് ഒരു കഥ, അതായത് ഈ മലയുടെ താഴെ ജീവിക്കുന്ന എല്ലാ ഹോമോസാപ്പിയൻസിൻ്റെയും ഒരു പ്രത്യേകം ഒരു കോമൺ ദൈവം ഉണ്ടെന്ന്. അതായത് ലെറ്റസേയും ഒരു മലദൈവമാണ് നമ്മുടെ എല്ലാവരും രക്ഷാകരെന്ന് വിശ്വസിക്കുകയും ആ മലദൈവത്തിനായിട്ട് പല പല പൂജകൾ ചെയ്യുക, പല പല കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ഇവർക്ക് അവിടുത്തെ ഒരു പൂജാരി ഉണ്ടാവും, ഒരു ഉയർന്ന സ്ഥാനത്തുള്ള ഒരാളുണ്ടാവും. അപ്പോൾ അയാൾ പറയണം എന്നോട് മലദൈവം ഇങ്ങനെ പറഞ്ഞു ഇത് ചെയ്യണമെന്ന്. അപ്പോൾ അങ്ങനെ ഈ 10 ഗ്രാമത്തിലുള്ള 150 പേർക്കും, അതായത് 1500 പേർക്ക് ഒരുമിച്ച് കോപ്പറേറ്റ് ചെയ്തൊരു കാര്യം ചെയ്യാൻ പറ്റി. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ പൂജാരി അല്ലെങ്കിൽ ആ ഉയർന്ന സ്ഥാനത്തുള്ള ആൾ പറയുകയാണ് മലദൈവം എന്നോട് ഒന്ന് സംസാരിച്ചു, എന്നോട് പറഞ്ഞത് ഇവിടെയുള്ള നിയൻഡർത്തൽസ് എല്ലാം നമ്മുടെ ശത്രുക്കളാണ്, അവരെന്നാലും നമുക്ക് ജീവിക്കാൻ പറ്റില്ല, അവരെല്ലാം ഇല്ലാണ്ടാക്കണം എന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവരെല്ലാവരും വിശ്വസിക്കും. അത് വിശ്വസിച്ച് ഇവരെല്ലാവരും ഒരുമിച്ച് വർക്ക് ചെയ്തു. അതായത് മുമ്പ് 150 മാക്സിമം സഹകരണത്തിൻ്റെ ലിമിറ്റെങ്കിൽ ഇപ്പം എന്ത് സംഭവിച്ചു വെച്ചാൽ ഈ 1500 പേര് ഒരുമിച്ച് അവരുടെ കോമൺ ഗോളായ നിയൻഡർത്തൽസിനെ അവിടെ നിന്ന് ഓടിക്കുക എന്നുള്ളതിലേക്ക് ചേർന്നു. പക്ഷേ ഇപ്പം നമ്മൾ മനസ്സിലാക്കണം, നിയൻഡർത്തൽസ് ഇപ്പോഴും ആ 150 നമ്പർ തന്നെയാണ് ഇരിക്കുന്നത്. അവർക്ക് അവരുടെ ശക്തി കൂട്ടാൻ വഴിയില്ല. അപ്പോൾ ഇങ്ങനെ ഇവർ 1500 പേരും അവർ 150 പേരായപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഹോമോസാപ്പിയൻസ് മുമ്പുണ്ടായിരുന്ന മനുഷ്യ സ്പീഷീസിനെ എല്ലാത്തിനെയും തോൽപ്പിച്ച് അവസാനം ഭൂമിയുടെ രാജാക്കന്മാരായി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത് പഴയ കാലത്തെ കൺസെപ്റ്റ് അല്ല, അത് ഇപ്പോഴും നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് വിശ്വസിക്കുന്നുണ്ടാവും. പക്ഷേ ഇപ്പോഴത്തെ ഒരു വേൾഡ് ഓർഡർ ഇതിന് കാരണം തന്നെ നമ്മൾ വിശ്വസിക്കുന്ന കഥകളാണ്. ഇപ്പോൾ നമ്മൾ പല പല കാര്യങ്ങളും കോമൺ ആയിട്ട് വിശ്വസിക്കുന്നത്, അതായത് രാജ്യങ്ങൾ, അതിനകത്തെ സംസ്ഥാനങ്ങൾ, ജില്ലകൾ, അല്ലേ, ഇതെല്ലാം ഒരു കോമൺ ബിലീഫാണ്. പ്രകൃതി ഈ ഭൂമി ഉണ്ടാക്കുന്ന സമയത്ത് അത് ഇന്ത്യ എന്നോ അല്ലെങ്കിൽ അമേരിക്ക എന്നോ പറഞ്ഞ രാജ്യങ്ങളോടല്ല ഭൂമി ഉണ്ടാക്കിയത്. ഈ ഇന്ത്യയും അതുപോലെ അമേരിക്കയെല്ലാം നമ്മുടെ സങ്കല്പത്തിൽ മാത്രമുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കുക, 2 സംസ്ഥാനങ്ങൾ, കേരളം തമിഴ്നാട് ആയിക്കോട്ടെ, ഞാനൊരു സ്ക്രീൻഷോട്ട് കാണിക്കാം. അപ്പോൾ ഇതാണ് അതിൻ്റെ ബോർഡർ. അപ്പോൾ ഇതിൻ്റെ ഇവിടെ ഒരു വര കാണുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇപ്പുറത്തെ ഭാഗം കേരളവും അപ്പുറമുള്ളത് തമിഴ്നാടുമാണ്. പക്ഷേ എങ്ങനെയാണ് ഈ വര വന്നത്? ഭൂമി ഒരു പ്രകൃതി അവിടെ ലൈൻ വരച്ചായിരുന്നോ? ഇല്ല, ഇത് മനുഷ്യരുടെ സങ്കല്പത്തിൽ മാത്രമുള്ളതാണ് ഈ ഒരു വര. അപ്പോൾ ഇവിടെ നിങ്ങൾ മൃഗങ്ങളൊക്കെ അല്ലെങ്കിൽ പക്ഷികൾ നോക്കിയാൽ കാണാം, ഇവർ ഫ്രീ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ടാവും. മനുഷ്യന്മാരുടെ കേസിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലൈൻ കടന്നാൽ ഒരു സംസ്ഥാനമായി, അപ്പുറത്തുള്ളതാണെങ്കിൽ വേറെ സംസ്ഥാനമായി. ഇപ്പോൾ കേരളത്തിൻ്റെ ഭാഗത്താണെങ്കിൽ ഇപ്പോൾ ഒരാൾക്ക് സുഖമായിട്ട് ലോട്ടറി വെക്കാം. അതേ കാര്യം അയാൾ ഒരു ലൈൻ കടന്ന് അപ്പുറത്ത് പോയി ചെയ്താൽ അയാൾ ചിലപ്പോൾ ജയിലിലാവും. കാരണം തമിഴ്നാട്ടിൽ ലോട്ടറി നിരോധിച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഓരോ സംസ്ഥാനത്തും ഓരോ നിയമം. അപ്പോൾ ഈ നിയമങ്ങളുള്ളത് കൊണ്ടാണ് ഒരു ഓർഡർ ഉള്ളത്, അല്ലേ? ഒരു നിയമം ഉണ്ടാക്കിയിട്ടുണ്ട്, ആ നിയമം നമ്മളെല്ലാം വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ ആക്ച്വലി നോക്കുകയാണെങ്കിൽ ഇപ്പം നമ്മുടെ ചിന്തയിൽ, മനുഷ്യന്മാരുടെ ചിന്തയിൽ മാത്രമുള്ള ഒന്നാണ്. അപ്പോൾ ഇതാണ് മിത്ത് എന്ന് പറയുന്നത്. ഇനി വേറൊരു എക്സാമ്പിൾ പറയാം, ഏറ്റവും വലിയ എക്സാമ്പിൾ, അതായത് കറൻസി നോട്ട്. എന്താണ് ഈ കറൻസി നോട്ട്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അതൊരു പേപ്പറിൽ കുറച്ച് മഷി വെച്ച് പ്രിൻ്റ് ചെയ്തൊരു പേപ്പർ മാത്രമാണ്. അതിന് ആക്ച്വലി എന്ത് വിലയാണുള്ളത്? അത് വെച്ച് നമുക്ക് ഭക്ഷണമായിട്ട് കഴിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ നമുക്കത് വേറെ എന്തെങ്കിലും ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷെ നമ്മളെല്ലാവരും വിശ്വസിക്കുന്നു, ഇപ്പോൾ ഒരു 10 രൂപ എഴുതിയിട്ടുണ്ടെങ്കിൽ ആ
തത്തുല്യമായ ഒരു സാധനം എനിക്കത് വെച്ച് വാങ്ങിക്കാൻ പറ്റുന്നു. ഞാൻ വിശ്വസിക്കുന്നു, നിങ്ങൾ വിശ്വസിക്കുന്നു, നമ്മളെല്ലാവരും വിശ്വസിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വിശ്വസിക്കുന്നതുകൊണ്ട് അതിനൊരു വില ഉണ്ടാവുന്നു. അപ്പോൾ ഇതിൻ്റെ ഈ വില എന്നുള്ളത് നമ്മൾ മനുഷ്യരുടെ സങ്കല്പത്തിൽ മാത്രമുള്ളതാണ് ഈ വില. ഇതിന് ആക്ച്വലി പുറത്ത് ഒന്നിനും ഒരു വില ഉണ്ടാവില്ല. അതായത് സപ്പോസ് ലെറ്റസ് നമ്മളിപ്പോൾ ഒരു കുരങ്ങന് കൊടുക്കണം 10 രൂപ, എന്നിട്ടൊരു പഴമെന്ന് വെച്ചാൽ കുരങ്ങൻ തരില്ല. കാരണം അതിന് കുരങ്ങനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കഷ്ണം പേപ്പർ മാത്രമാണ്, യാതൊരു വിലയുമില്ല. പക്ഷേ ഇതിന് വില ഉണ്ടാകുന്നത് നമ്മുടെ സങ്കല്പത്തിൽ മാത്രമാണ്. നമ്മുടെ സങ്കല്പം എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും കൂട്ടായി വിശ്വസിക്കണം, അപ്പോഴേ ഇതിന് വിലയുള്ളൂ. ഇപ്പം നാളെ ഇന്ത്യയിലുള്ള ഭൂരിപക്ഷം ആൾക്കാരും ഇതിന് വിലയില്ലെന്ന് വിശ്വസിച്ചാൽ ആ സമയം ഈ രൂപയുടെ വില അങ്ങ് ഇടിഞ്ഞു പോവുകയും ചെയ്യും. അപ്പോൾ ഇല്ലാത്തൊരു കാര്യം ഉണ്ടെന്ന് പറയുകയും വേണം, നമ്മളെല്ലാവരും കൂട്ടായിട്ട് വിശ്വസിക്കുകയും വേണം. സോ അതാണ്, ഈ വിശ്വാസമാണ് ഇപ്പോഴത്തെ വേൾഡ് ഓർഡറിൻ്റെ തന്നെ റീസൺ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഈ കഥകളിലും അത് മനുഷ്യന്മാർ വിശ്വസിക്കുന്നതും ക്ലിയറായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, എന്തിനാണ് ഇതൊക്കെ ഇവിടെ പറയുന്നത്? നമ്മൾ തുടങ്ങിയത് എങ്ങനെയാണ് ആൾക്കാർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രോഡുകളിൽ ചെന്ന് ചാടുന്നത് എന്നാണ് ഡിസ്കസ് ചെയ്ത് തുടങ്ങിയത്. അവസാനം വന്ന് കഥകളിലെത്തി. അപ്പോൾ എന്താണ് രണ്ടും തമ്മിലുള്ള ബന്ധമെന്ന് നിങ്ങളിപ്പോൾ അത്ഭുതപ്പെടുന്നുണ്ടാവും. പക്ഷേ ആക്ച്വലി ഇത് തന്നെയാണ് മെയിൻ കാരണം. നമ്മൾ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുകയും അതിൽ വിശ്വസിക്കാൻ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നവരായതുകൊണ്ട് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രോഡ് ചെയ്യുന്നവർ അല്ലെങ്കിൽ സ്കാമേഴ്സ് ടാർഗറ്റ് ചെയ്യുന്നത് നമ്മളുടെ ഈ കഥകളെ വിശ്വസിക്കാനുള്ള കഴിവ് തന്നെയാണ്. ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീം വരികയാണ്, അതായത് ഇത്ര രൂപ ഇടൂ, എന്നാൽ നിങ്ങൾക്ക് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇത്ര രൂപ കിട്ടും, നിങ്ങളുടെ കഷ്ടപ്പാടെല്ലാം മാറാൻ പോവുകയാണ്, നിങ്ങൾ സ്വപ്നം കണ്ട നിങ്ങളുടെ കാറ്, വീട്, അതുപോലെ ഫോറിൻ ട്രിപ്പ്, മകളുടെ വിവാഹം എല്ലാം നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്ന് പറയുമ്പോൾ അവർ നിങ്ങൾക്ക് മുമ്പിൽ വയ്ക്കുന്നത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനല്ല, പക്ഷേ അതിമനോഹരമായി കെട്ടിച്ചമച്ച ഒരു കഥയാണ്. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുക, അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്ത് കഥ കേട്ടാലും വിശ്വസിക്കാൻ പോകുന്ന മണ്ടന്മാരാണോ നമ്മൾ എന്നാണ്. പക്ഷേ അങ്ങനെയല്ല, നമ്മൾ എല്ലാ കഥയും വിശ്വസിക്കില്ല. ഒരു കഥ നമ്മൾ കൂട്ടായി വിശ്വസിക്കണം എന്നുണ്ടെങ്കിൽ അതിന് 6 ചെക്ക് പോയിൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഈ 6 ചെക്ക് പോയിൻറ്റ്സും ടിക്ക് ആവുകയാണെങ്കിൽ മാത്രമേ ഒരു കഥ നമ്മളെല്ലാവരും വിശ്വസിക്കുകയുള്ളൂ. അപ്പോൾ എന്തൊക്കെയാണ് ആ 6 ചെക്ക് പോയിൻറ്റ്സ് എന്നുള്ളതും എങ്ങനെയാണ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്കാമിൽ അവർ ഈ 6 ചെക്ക് പോയിൻറ്റ്സും അതിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോയിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്താൽ ഈ വീഡിയോ വളരെയധികം ലെങ്തി ആയി പോവും. അപ്പോൾ ഇത് കാണുന്ന എല്ലാവർക്കും മനസ്സിലാക്കാനുള്ള സമയം കിട്ടില്ല. അതുകൊണ്ടാണ് ഇത് സ്പ്ലിറ്റ് ചെയ്ത് അടുത്ത വീഡിയോയിലേക്ക് മാറ്റുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോ ഇട്ടിട്ട് ഇപ്പോൾ 2 മാസമായി. അതൊരു BT ക്യാഷ് എന്ന ക്രിപ്റ്റോയെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആയിരുന്നു. ഒരു അൾട്രാ നീഷ് സെഗ്മെൻ്റ് ആയിരുന്നു. അതിലെനിക്കിപ്പോൾ 500-നടുത്ത് വ്യൂസും ഒരു 6 സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിയിട്ടുണ്ട്. ആ വീഡിയോ കണ്ട 500 പേരും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത 6 പേരുമാണ് ഈ വീഡിയോയ്ക്ക് എന്നെ ചെയ്യാൻ പ്രേരിപ്പിച്ചത്. അതായത് ഞാൻ പറയുന്ന കാര്യം കേൾക്കാൻ ആളുകളുണ്ട് എന്ന് എനിക്കൊരു തോന്നലുണ്ട് ആ വീഡിയോ ഇട്ട ശേഷം. അപ്പോൾ എന്തുകൊണ്ട് കൂടുതൽ ആൾക്കാർക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ പറഞ്ഞുകൂടാ എന്ന് തോന്നുകയും അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ ഇത് നല്ലതാണെന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എനിക്ക് വേണ്ട പ്രോത്സാഹനം തരിക. ഇനി എന്തൊക്കെ ടോപ്പിക്കുകളാണ് കവർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെസിഫിക്കായിട്ട് സംശയമുണ്ടോ, അല്ലെങ്കിൽ എൻ്റെ അവതരണ രീതി എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാനുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടോ എന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും സജഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ ദയവായി അത് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.